അടുത്ത ഡിവൈസ് പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് ടു മെഷർ ദ PD ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ അപ്പാരറ്റസ് ആണ് ഈ കാണുന്നത്. ഒരു വുഡൻ ബോർഡിൽ 10 മീറ്റർ നീളമുള്ളൊരു വയറ് കണക്ട് ചെയ്തിരിക്കുകയാണ്. എ എന്നുള്ള ടെർമിനലിൽ നിന്നും തുടങ്ങി വയർ എങ്ങനെ പോകണ്ടില്ലേ, അങ്ങനെ അവസാനം അത് ബി എന്നുള്ള ടെർമിനലിൽ വയർ അവസാനിക്കുകയാണ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വയർ AB stretched over a wooden board. The wire has a length 10 meter, 1000 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ നീളമുള്ളൊരു വയറാണ്. ഇവിടെ നിന്ന് ഇവിടം വരെ 100 സെൻറ്റിമീറ്റർ. പിന്നെ വയർ ഇങ്ങനെ വളഞ്ഞു പോവാണ്. 101 സെൻറ്റിമീറ്റർ, 102 സെൻറ്റിമീറ്റർ, അങ്ങനെ ഇവിടെ എത്തുമ്പം 200 സെൻറ്റിമീറ്ററായി. പിന്നെ വയർ വീണ്ടും വളയാണ്, 201, 202, അങ്ങനെ ഇവിടെ എത്തുമ്പം 300 സെൻറ്റിമീറ്റർ, അങ്ങനെ അവസാനം ഇവിടെ എത്തുമ്പം 1000 സെൻറ്റിമീറ്റർ ഉണ്ടാവും. സോ എ പൊട്ടൻഷ്യോമീറ്റർ is a device to measure the PD between 2 points in a circuit. It consists of a wire AB of length 10 meter stretched between two terminals A and B over a wooden board. ഈ കാണുന്നത് ഇതിൻ്റെ പ്രൈമറി സർക്യൂട്ട് ആട്ടോ. ഒരു പൊട്ടൻഷ്യോമീറ്ററിന് എപ്പോഴും ഒരു പ്രൈമറി സർക്യൂട്ട് ഉണ്ടാവും. പ്രൈമറി സർക്യൂട്ടിൽ എന്തൊക്കെയാണുള്ളത്? എയിൽ നിന്നൊരു സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തോ, സെല്ലിൻ്റെ നെഗറ്റീവിൽ നിന്ന് കീയിലേക്ക് കൊടുത്തോ, കീയിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക് കൊടുത്തോ, റിയോസ്റ്റാറ്റിൻ്റെ രണ്ടാമത്തെ ടെർമിനലിൽ നിന്നും ബിയിലേക്കും കൊടുത്തു. ദിസ് ഫോംസ് ദ പ്രൈമറി സർക്യൂട്ട് ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. നമ്മൾ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് E1 എന്നുള്ള സെല്ലിൻ്റെ EMF എങ്ങനെയാണ് കാണുകയെന്ന് പറയാൻ പോവാണ്. വി ആർ going to measure the EMF of the cell E1 by using this potentiometer. അപ്പോൾ ഇതൊരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ്. ഇതിൻ്റെ പ്രൈമറി സർക്യൂട്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട്, എപ്പോഴും നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുമ്പം ഒരു പ്രൈമറി സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യും. പ്രൈമറി സർക്യൂട്ടിൽ എന്തൊക്കെയുള്ളത് നോക്കുക. ടെർമിനൽ എയിൽ നിന്നും വേറൊരു സെല്ല് ഇ ഇതിൻ്റെ പോസിറ്റീവിലേക്ക്, സെല്ലിൻ്റെ നെഗറ്റീവിൽ നിന്നും റിയോസ്റ്റാറ്റിലേക്ക്, റിയോസ്റ്റാറ്റിൽ നിന്നും കീ കെയിലേക്ക്, കീയിൽ നിന്നും ടെർമിനൽ ബിയിലേക്ക്. അപ്പോൾ ദിസ് ഫോംസ് ദ പ്രൈമറി സർക്യൂട്ട്. എ ബാറ്ററി ഇ കണക്റ്റഡ് വിത്ത് എ റിയോസ്റ്റാറ്റ് ആൻഡ് കീ കെ ഫോംസ് ദ പ്രൈമറി സർക്യൂട്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി സർക്യൂട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്താൽ ഈ എന്നുള്ള സെല്ല് കാരണം ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. സോ വെൻ വി കണക്ട് ദ പ്രൈമറി സർക്യൂട്ട്, എ കറണ്ട് ഐ, ചിത്രത്തിൽ കാണിച്ചിട്ടില്ല, എ കറണ്ട് ഐ ഫ്ലോസ് ത്രൂ ദ പൊട്ടൻഷ്യോമീറ്റർ വയർ AB. ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ 1 സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് സ്മോൾ എ ആണെന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് സ്മോൾ എ ബി ദ റെസിസ്റ്റൻസ് ഓഫ് 1 സെൻറ്റിമീറ്റർ ഓഫ് ദ വയർ AB. വയർ ABൻ്റെ 1 സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് സ്മോൾ എ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ വയറിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? I. ഈ വയറിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. 1 സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് സ്മോൾ എയുമാണ്. അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിമീറ്ററിന് അക്രോസ് ആയിട്ടുള്ള PD എന്തായിരിക്കും? What will be the PD across 1 centimeter of the potentiometer wire? PDൻ്റെ ഫോർമുല V is equal to IR എന്നാണ്, ഓംസ് ലോ അല്ലേ. ഇവിടെയുള്ള കറണ്ട് എത്രയാണ്? I. 1 സെൻറ്റിമീറ്ററിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? A. അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിമീറ്ററിന് അക്രോസ് ആയിട്ടുള്ള PD എന്താ വരിക? I into A. So PD across 1 centimeter of the potentiometer wire equals I into A. ഇനി നമ്മൾ നമ്മൾ കണ്ടുവച്ചത് കേട്ടോ, അത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ സെക്കൻഡറി സർക്യൂട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് സെക്കൻഡറി സർക്യൂട്ട്. നമുക്ക് EMF കണ്ടുപിടിക്കേണ്ട സെല്ലും ഒരു ഗാൽവനോമീറ്ററും ഒരു ജോക്കിയും, ദാറ്റ് ഫോംസ് ദ സെക്കൻഡറി സർക്യൂട്ട്. Now we connect the secondary circuit
ടു ദ പൊട്ടൻഷ്യോമീറ്റർ. എയിൽ നിന്ന് E1ൻ്റെ പോസിറ്റീവിലേക്ക്, നെഗറ്റീവിൽ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക്, ഗാൽവനോമീറ്ററിൽ നിന്നും ജോക്കിയിലേക്ക്. സോ ദിസ് ഫോംസ് ദ സെക്കൻഡറി സർക്യൂട്ട്. എന്നിട്ട് നമ്മൾ ഈ ജോക്കി ആദ്യം എയിൽ വെക്കും. ഇപ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ ലെഫ്റ്റിലേക്കായിരിക്കും. പിന്നെ ജോക്കി കൊണ്ടുപോയിട്ട് നമ്മൾ ബിയിൽ വെക്കും. ഇപ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്കായിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ എയിലും ബിയിലും ജോക്കി വെക്കുമ്പം ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ ഗാൽവനോമീറ്ററിൽ കിട്ടുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ കണക്ഷൻ ഈസ് കറക്റ്റ്. നമ്മുടെ കണക്ഷൻ ശരിയാണ്. എന്നിട്ട് നമ്മൾ ജോക്കി എയിൽ വെച്ചിട്ട് ഈ വയറിലൂടെ ജോക്കി ഇങ്ങനെ മൂവ് ചെയ്യിക്കും. ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ കുറയാൻ തുടങ്ങും. ജെ എന്നുള്ള പോയിന്റിലെത്തുമ്പം ഗാൽവനോമീറ്റർ റീഡിങ് 0 ആവും. ഗാൽവനോമീറ്റർ 0 ആവുമ്പോഴുള്ള ലെങ്ത്തിന് എന്താ പറയുക? ബാലൻസിങ് ലെങ്ത് അല്ലേ? അപ്പം ലെറ്റ് എൽ ബി ദ ബാലൻസിങ് ലെങ്ത്. ഓക്കെ, another cell E1 with the galvanometer and jockey connected to A forms the secondary circuit and we got the balancing length as L. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം E1 EMF E1 equals PD across the വയർ എ ജെ. നമുക്ക് കിട്ടിയ ബാലൻസിങ് ലെങ്ത് ആണ് എ ജെ. ആ ബാലൻസിങ് ലെങ്ത്തിന് ക്രോസ് ആയിട്ടുള്ള പി ഡി ആണ് ഈ സെല്ലിൻ്റെ പി ഡി. ബാലൻസിങ് ലെങ്ത്തിന് ക്രോസ് ആയിട്ടുള്ള പി ഡി എത്രയായിരിക്കും വരിക? 1 സെൻറ്റിമീറ്ററിന് ക്രോസ് ആയിട്ടുള്ള പി ഡി IA ആണ്, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൽ സെൻറ്റിമീറ്ററിന് ക്രോസ് ആയിട്ടുള്ള പി ഡി എന്തായിരിക്കും? IIL. സോ യു ക്യാൻ റൈറ്റ് EMF of the cell E1 equals PD across the wire AJ. That is equal to I into A into L. I കോൺസ്റ്റൻ്റ് ആണ്. ഈ സെല്ലിൽ കാരണം ഉണ്ടാവുന്ന കറണ്ടാണ് I കോൺസ്റ്റൻ്റ് ആണ്. A എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. വയറിൻ്റെ 1 സെൻറ്റിമീറ്റർ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? E1 proportional to L. So what is the principle of a potentiometer? Potentiometer is a device to find the PD in a circuit. ഇവിടെ നമ്മൾ കാണുന്നത് E1 എന്നുള്ള സെല്ലിൻ്റെ EMF ആണ്. E1 എന്നുള്ള സെല്ലിൻ്റെ EMF എന്തിന് പ്രൊപ്പോർഷനാണ്? ബാലൻസിങ് ലെങ്ത് Lന് പ്രൊപ്പോർഷനാണ്. So you can say that the principle of a potentiometer is given by PD proportional to balancing length. ഇവിടെ നമ്മൾ സെല്ലിൻ്റെ കറക്റ്റ് EMFനെ നമുക്ക് കിട്ടും. നമ്മൾ EMFും ടെർമിനൽ പി ഡിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞതല്ലേ? ഒരു സെല്ലിലൂടെ കറണ്ടൊന്നും ഫ്ലോ ചെയ്യാത്തപ്പം ഉള്ള പി ഡിയെയാണ് നമ്മൾ EMF എന്ന് പറയുക. ഒരു സെല്ല് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്താൽ സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പി ഡിയെ നമ്മൾ ടെർമിനൽ പി ഡി എന്നാണ് പറയുക. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് കറക്റ്റ് EMF തന്നെ മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് ടെർമിനൽ പി ഡി അല്ല കിട്ടുക, നമുക്ക് ആ സെല്ലിൻ്റെ കറക്റ്റ് EMF തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ? എന്തുകൊണ്ടാ? ഇവിടെ നോക്ക് നിങ്ങൾ, ഗാൽവനോമീറ്റർ റീഡിങ്ങിലൂടെയുള്ള കറണ്ട് 0 ആവും അല്ലേ? ബാലൻസിങ് ലെങ്ത് ആവുമ്പം ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 ആണ്. ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്നർത്ഥം. കറണ്ട് ഫ്ലോ ചെയ്യാത്തപ്പോഴുള്ള പി ഡി ആണ് നമ്മൾ EMF എന്ന് പറയാം. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ഇല്ല. അപ്പം നമ്മൾ മെഷർ ചെയ്യുന്ന പി ഡി എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ എക്സാക്റ്റ് EMF തന്നെ ആയിരിക്കും. നമുക്ക് ഒരു സെല്ലിൻ്റെ EMF പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം, വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടും മെഷർ ചെയ്യാം. പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഏത് സെല്ലിൻ്റെ EMF ആണോ മെഷർ ചെയ്യേണ്ടത് ആ സെല്ലിനെ സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് E1 എന്നുള്ള സെല്ലിൻ്റെ EMF ആണ് മെഷർ ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ ആ സെല്ല് E1നെ നമ്മൾ സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്യും. എന്നിട്ട് ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യും. ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യുമ്പം നമ്മൾ പറഞ്ഞ പോലെ ഗാൽവനോമീറ്റർ റീഡിങ് 0 ആണ്. അതായത് നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സെൽ. If no current flows through the cell, we can measure the accurate EMF.
ഒരു സെല്ലിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്തപ്പോഴുള്ള PDA ആണ് നമ്മൾ EMF എന്ന് പറയുന്നത്. ഇപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? പൊട്ടൻഷ്യോമീറ്റർ ഡസ് നോട്ട് ഡ്രോ എനി കറണ്ട് ഫ്രം ദ സെൽ. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യുമ്പം ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ 0 ആണ്. സോ വി ഗെറ്റ് ദ കറക്റ്റ് EMF. ഇനി പൊട്ടൻഷ്യോമീറ്ററിന് പകരം നമ്മളൊരു വോൾട്ട് മീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ? ഈ ചിത്രം നോക്കുക. ഇവിടെ നമുക്ക് ഈ സെല്ലിൻ്റെ EMF ആണ് മെഷർ ചെയ്യേണ്ടത്. ആ സെല്ലിനെ നമ്മളൊരു വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. വോൾട്ട് മീറ്റർ ഒരു ഹൈ റെസിസ്റ്റൻസ് ഇൻസ്ട്രുമെൻ്റ് ആണ്. സെല്ലിലേക്ക് ഒരു ഹൈ റെസിസ്റ്റൻസ് ഇൻസ്ട്രുമെൻ്റ് കണക്ട് ചെയ്താൽ സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ നമുക്ക് പിന്നെ സെല്ലിൻ്റെ EMF അല്ല കിട്ടുക, സെല്ലിൻ്റെ ടെർമിനൽ PD ആണ് കിട്ടുക. ടെർമിനൽ PD വിൽ ബി ലെസ് ദാൻ EMF. അപ്പോൾ നമ്മൾ സെല്ലിൻ്റെ EMF ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ സെല്ലിൻ്റെ EMF 1.5 വോൾട്ട് ആണെങ്കിൽ ഈ വോൾട്ട് മീറ്ററിലുള്ള റീഡിങ് 1.5 വോൾട്ടിനേക്കാൾ കുറഞ്ഞ വോൾട്ടേ കാണിക്കുകയുള്ളൂ. So if you are using a voltmeter is a high resistance instrument, the voltmeter draw some current from the cell, so we will be able to measure only the terminal PD. We will not get the accurate EMF. So we can say that a potentiometer is better than a voltmeter to measure the EMF of a cell. ഇനി രണ്ടാമത്തെ പോയിന്റ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ്. ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അക്രോസ് 1 സെൻറ്റിമീറ്റർ ഓഫ് ദ വയർ. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ 1 സെൻറ്റിമീറ്റർ വയറിന് അക്രോസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ PDA ആണ് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുക. K = V/L, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത്. ഒരു പൊട്ടൻഷ്യോമീറ്റർ സെൻസിറ്റീവ് ആണ് എങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? പൊട്ടൻഷ്യോമീറ്റർ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് വളരെ ചെറിയ PD വരെ മെഷർ ചെയ്യാൻ പറ്റും. We can measure very small PD accurately using the potentiometer if it is sensitive. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് കുറയ്ക്കുക ചെയ്യാം. We can increase the sensitivity of the potentiometer by decreasing the potential gradient. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും? ഇക്വേഷൻ നോക്കുക. K = V/L എന്നാലേ. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് കുറയ്ക്കാൻ ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ കൂട്ടിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ വയർ 1000 സെൻറ്റിമീറ്റർ എടുക്കുന്നത്. മീറ്റർ ബ്രിഡ്ജ് നിങ്ങൾ പഠിച്ചതല്ലേ? മീറ്റർ ബ്രിഡ്ജിലെ വയറിന് ലെങ്ത് ആകെ 100 സെൻറ്റിമീറ്ററാണ്. പക്ഷേ പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ ലെങ്ത് 1000 സെൻറ്റിമീറ്റർ ആണ്. അതെന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ ലെങ്ത് കൂട്ടുമ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് കുറയും. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് കുറയുമ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും. So we can increase the sensitivity by decreasing the potential gradient. The potential gradient can be decreased by increasing the length of the potentiometer wire. പിന്നെ ഇങ്ങനെ നമ്മൾ K കുറയ്ക്കുക. K കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ ഒഴുകുന്ന കറണ്ട് കുറയ്ക്കും. We reduce the current flowing through the potentiometer. കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യാനുള്ള കാരണം ഈ പ്രൈമറി സർക്യൂട്ടിലുള്ള സെല്ലാണ്. അപ്പോൾ ഈ സെല്ലിന് അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. യു കണക്ട് എ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട്. റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യോമീറ്റർ വയറിൽ ഒഴുകുന്ന കറണ്ട് കുറയും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, ഹൗ ക്യാൻ യു ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ? The sensitivity of a potentiometer can be increased by decreasing the potential gradient. The potential gradient can be decreased by ഒന്ന് increasing the length of the potentiometer wire or by reducing the current flowing through the potentiometer wire. എങ്ങനെ കറണ്ട് റെഡ്യൂസ് ചെയ്യാം? By connecting a series resistance in the primary circuit. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ 2 ഉപയോഗങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യത്തെ യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്.
It is used to find the PD between 2 points in a circuit അല്ലേ. ഇവിടെ നമ്മൾ ലാബിൽ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് 2 എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുക. അതിൽ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് കമ്പയർ ദ EMF ഓഫ് 2 cells. 2 സെല്ലുകളുടെ EMFകൾ കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ യൂസായിട്ട് നമുക്കത് പറയാം. ടു കമ്പയർ ദ EMFs ഓഫ് 2 cells. നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. ഇതാണ് നമ്മളെ പൊട്ടൻഷ്യോമീറ്റർ AB. ഇതിൻ്റെ പ്രൈമറി സർക്യൂട്ട് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യും. നിങ്ങൾക്കറിയാം SL ഓഫ് EMF E, a rheostat and a key K connected between A and B forms the primary circuit. ഇനി നമുക്ക് 2 സെല്ലുകളുടെ EMF ആണ് മെഷർ ചെയ്യേണ്ടത്. ആ 2 സെല്ലുകളെയും നിങ്ങൾ സെക്കൻഡറി സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുക. എയിൽ നിന്ന് E1 എന്നുള്ള സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് ഒരു കീയിലേക്ക് കണക്ട് ചെയ്യുക. എയിൽ നിന്ന് വീണ്ടും രണ്ടാമത്തെ സെല്ല് E2ൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. ആ സെല്ലിനെ നെഗറ്റീവ് എടുത്തിട്ട് കീയിൻ്റെ അടുത്ത ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. കീയിൻ്റെ സെൻറ്റർ ടെർമിനലിൽ നിന്നും ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. ഗാൽവനോമീറ്ററിൽ നിന്നും ജോക്കിയിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ ദിസ് ഫോംസ് ദ സെക്കൻഡറി സർക്യൂട്ട്. നമുക്ക് കാണേണ്ടത് E1ഉം E2ഉമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? E1നെ സർക്യൂട്ടിലിടും. അതിന് ഈ കീ ക്ലോസ് ചെയ്താൽ മതി. ഇവിടെ ഈ കീ ക്ലോസ് ചെയ്യുക. ഈ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുക E1ലൂടെയാണ്. കണ്ടില്ലേ? E1ലൂടെയാണ്. നമ്മൾ ജോക്കി എയിൽ വെച്ചിട്ട് പതുക്കെ നീക്കി J എന്നുള്ള പോയിന്റിൽ എത്തുമ്പം ഗാൽവനോമീറ്റർ 0 റീഡിങ് കാണിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം? E1 ആ ലെങ്ത് മെഷർ ചെയ്യാം. ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യുക AJ എന്നുള്ള അതിൻ്റെ ലെങ്ത് L1 ആയിക്കോട്ടെ. അപ്പം നമുക്ക് പറയാം E1 പ്രൊപ്പോർഷണൽ ടു L1. ഇനി എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നിന്ന് കീ ഊരിയിട്ട് E2നെ സർക്യൂട്ടിലിടുക. ഇവിടെ കീ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യുക E2ലൂടെയാണ്. കണ്ടില്ലേ? E2ലൂടെയാണ്. വീണ്ടും ജോക്കി എയിൽ വെച്ചിട്ട് അതിനെ മൂവ് ചെയ്യിച്ചിട്ട് വേറൊരു പോയിന്റ് J' ഇതായിക്കോട്ടെ. J' എന്നുള്ള പോയിന്റിൽ എത്തുമ്പം വീണ്ടും ഗാൽവനോമീറ്റർ റീഡിങ് 0 കാണിക്കും. ഈ ലെങ്ത് A മുതൽ J' വരെയുള്ള ലെങ്ത് L2 ആയിക്കോട്ടെ, ബാലൻസിങ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? E2 പ്രൊപ്പോർഷണൽ ടു L2. നമുക്ക് EMF കമ്പയർ ചെയ്യാൻ വേണ്ടത് E1/E2 ഈക്വൽസ് L1/L2. ഇത് നമ്മൾ ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ലാബിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ വ്യക്തമാവും. രണ്ടാമത്തെ യൂസ് ടു ഫൈൻഡ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണാനും നിങ്ങൾക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം. ഇതാണ് എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നോക്കിയാൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യോമീറ്റർ കാണാം. AB എന്നുള്ള പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രൈമറി സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എയിൽ നിന്ന് സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക്, നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക്, റിയോസ്റ്റാറ്റിൽ നിന്ന് കീയിലേക്ക്, കീയിൽ നിന്ന് ബിയിലേക്ക്. ദിസ് ഫോംസ് ദ പ്രൈമറി സർക്യൂട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇനി സെക്കൻഡറി സർക്യൂട്ട് കണക്ട് ചെയ്യുക. സെക്കൻഡറി സർക്യൂട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്? എയിൽ നിന്ന് ഒരു സെല്ല്, അതിൻ്റെ EMF E ആയിക്കോട്ടെ, EMF E ഉള്ള ഒരു സെല്ലിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇയിൽ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക്, ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കിയിലേക്ക്. ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഇനി ആ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും ഒരു റെസിസ്റ്റൻസ് ബോക്സിലേക്ക് കൊടുക്കുക. റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നും കീയിലേക്ക് കൊടുക്കുക. കീയിൽ നിന്നും സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. ദിസ് ഫോംസ് ദ സെക്കൻഡറി സർക്യൂട്ട്. ഞാൻ സെക്കൻഡറി സർക്യൂട്ട് ഒന്നുകൂടി പറയാം. എയിൽ നിന്ന് സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക്, സെല്ലിൻ്റെ നെഗറ്റീവിൽ നിന്നും ഗാൽവനോമീറ്ററിലേക്ക്, ഗാൽവനോമീറ്ററിൽ നിന്നും ജോക്കിയിലേക്ക്. ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാണുക. ആ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് റെസിസ്റ്റൻസ് ബോക്സിലേക്ക്, റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് കീയിലേക്ക്, കീയിൽ നിന്ന് വീണ്ടും സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക്. ദിസ് ഫോംസ് ദ സെക്കൻഡറി സർക്യൂട്ട്. ഇനി നമ്മൾ ആദ്യം ഈ K2 ഓപ്പൺ ആക്കിയിടും. K2 ഓപ്പൺ ആക്കിയിടുമ്പം ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, കാരണം K2 ഓപ്പൺ ആണ്. എന്നിട്ട് നമ്മൾ ജോക്കി എയിൽ വെച്ചിട്ട്
ജോക്കിയെ മൂവ് ചെയ്യിച്ച് ജെ എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ബാലൻസിങ് ലെങ്ത് കിട്ടും. നമ്മൾ ആദ്യം എന്താ ചെയ്തത്, K2 ഓപ്പൺ ആക്കി. K2 ഓപ്പൺ ആക്കുമ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. ജോക്കി മൂവ് ചെയ്യിച്ച് നമ്മൾ AJ എന്നുള്ള ബാലൻസിങ് ലെങ്ത് കണ്ടു. കറണ്ട് ഫ്ലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം ദ EMF E ഈസ് പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത് L1. കറണ്ട് ഫ്ലോ ഇല്ല, കിലോമീറ്റർ റീഡിങ് കാണിക്കുന്നത്, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ വി ക്യാൻ റൈറ്റ് EMF E പ്രൊപ്പോർഷണൽ ടു L1. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ റെസിസ്റ്റൻസ് ബോക്സിൽ നമ്മൾ 1 ഓം എടുക്കും. K2 എന്നുള്ള കീ ക്ലോസ് ചെയ്യും. ഈ സെല്ലിനെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്താൽ സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ പിന്നെ സെല്ലിൻ്റെ EMF അല്ല നമ്മൾ മെഷർ ചെയ്യുക, നമ്മൾ സെല്ലിൻ്റെ PD ആണ് മെഷർ ചെയ്യുക. വീണ്ടും എയിൽ നിന്ന് നമ്മൾ ജോക്കി മൂവ് ചെയ്യിച്ചിട്ട് അതാ ഈ J' എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ബാലൻസിങ് ലെങ്ത് കിട്ടും. ആ ബാലൻസിങ് ലെങ്ത് നമുക്ക് L2 എന്ന് കൊടുക്കുക. അപ്പം നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക? ഈ പ്രൊപ്പോർഷണൽ ടു L2 എന്നാണോ? അല്ല, കാരണം സെല്ലിലൂടെ കറണ്ട് ഒഴുകുന്നത് കൊണ്ട് ഇപ്പോൾ അവിടെ സെല്ലിൻ്റെ EMF അല്ല, സെല്ലിൻ്റെ ടെർമിനൽ PD ആണ്. നമുക്ക് എന്ത് പറയാം? ടെർമിനൽ PD V പ്രൊപ്പോർഷണൽ ടു L2. നമുക്കതിനെ വിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ടെർമിനൽ PDൻ്റെ E ഡിവൈഡഡ് ബൈ R പ്ലസ് R ഇൻറ്റു R അല്ലേ? അപ്പോൾ ടെർമിനൽ PDൻ്റെ ഫോർമുല എഴുതുക E ഡിവൈഡഡ് ബൈ R പ്ലസ് R ഇൻറ്റു R പ്രൊപ്പോർഷണൽ ടു L2. അതിന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ R പ്ലസ് R ബൈ R ഈക്വൽസ് L1 ബൈ L2 എന്ന് കിട്ടും. R ബൈ R എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 പ്ലസ് R ബൈ R ഈക്വൽസ് L1 ബൈ L2 എന്ന് കിട്ടും. ഈ 1നെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക. R ബൈ R ഈക്വൽസ് L1 ബൈ L2 മൈനസ് 1 കിട്ടും. നമുക്ക് വേണ്ടത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ലാണ്. സ്മോൾ r ഈക്വൽസ് R ഇൻറ്റു L1 ബൈ L2 മൈനസ് 1 കിട്ടും. ഈ R എന്നുള്ളത് നമ്മളിവിടെ 1 ഓം എടുത്തിട്ടുണ്ട്. L1 എന്ന് പറഞ്ഞാൽ ഈ കീ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ മെഷർ ചെയ്ത ബാലൻസിങ് ലെങ്ത് ആണ്. L2 എന്ന് പറഞ്ഞാൽ കീ ക്ലോസ് ചെയ്തിട്ട് നമ്മളെടുത്ത ബാലൻസിങ് ലെങ്ത് ആണ്. അപ്പോൾ ആറും L1 L2 നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ല് കാണാൻ പറ്റും.